അപ്പൊ സാമ്പിൾ മീനിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കണം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ് 500. സാമ്പിൾ ഓഫ് സൈസ് 500 ആണ്, ലാർജ് സാമ്പിൾ ആണ്. n = 500. ഇനി പോപ്പുലേഷൻ മീൻ എന്താണ്? mu = 100. പോപ്പുലേഷൻ മീനെ ഡിനോട്ട് ചെയ്യുന്നത് mu എന്നാണ്. mu = 100. വേരിയൻസ് എന്താണ്? വേരിയൻസ് നമ്മൾ പറഞ്ഞ ഡിനോഷൻ എന്താണ്? സിഗ്മ സ്ക്വയർ ആണ്. അപ്പൊ സിഗ്മ സ്ക്വയർ = 225. അപ്പൊ സിഗ്മ സ്ക്വയർ 225 ആണെങ്കിൽ സിഗ്മ എന്തായിരിക്കും? 50. സിഗ്മയുടെ വാല്യൂ 15. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ ഇപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് ഫോർമുല പറഞ്ഞു. എന്താണ് ഫോർമുല? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാറിന്റെ ഫോർമുല mu എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ മ്യൂവിന്റെ സ്ഥാനത്ത് 100 എഴുതുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എത്രയാണ്? 100. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ബാർ = 100. അപ്പൊ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കവർ ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫോർമുല സിഗ്മ സ്ക്വയർ ബൈ n ആണ്. വേരിയൻസ് കാണാനുള്ള ഫോർമുല ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? സിഗ്മ സ്ക്വയർ ബൈ n ആണ്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനുള്ള ഫോർമുല എന്തായിരിക്കും? സിഗ്മ ബൈ √n. സിഗ്മ എത്രയാണ്? 15 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 15. റൂട്ട് ഓഫ് n എത്രയാണ്? n എന്ന് പറഞ്ഞാൽ 500 ആണ്. അപ്പൊ 15 ബൈ √500. അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 0.678. ഇത്ര ഉള്ളൂ പ്രോബ്ലം. ആ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതിന്റെ മീൻ കണ്ടുപിടിച്ചു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു. അപ്പോ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാമ്പിൾ മീൻ is mean = 100 and standard deviation = 0.678.